പല സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥാപനങ്ങളിൽ നിന്ന് കോളുകൾ വരാറുണ്ട്. നിങ്ങൾ ഹാപ്പി ആണോ, നിങ്ങൾ സംതൃപ്തരാണോ, ആണെങ്കിൽ 5 സ്റ്റാർ റേറ്റ് കൊടുക്കാമോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കമ്പനിയുടെ കോൾ സെന്ററിൽ നിന്ന് വിളിക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഹലോ ട്യൂൺ വേണോ, ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്സുമായി ബന്ധപ്പെട്ട് പല കോളുകൾ നമുക്ക് വരാറുണ്ട്. ഇതിനാണ് ടെലികോളിംഗ് എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു സ്കില്ല് അവിടെ അപ്ലൈ ചെയ്യുന്നില്ല. ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായി തീർന്നാൽ അവിടെ പ്രത്യേകിച്ച് ഒരു ഗ്രോത്ത് നമുക്ക് കിട്ടില്ല. മറിച്ച് ഒരു സ്ഥാപനത്തിന്റെ പ്രൊഡക്റ്റോ സർവീസോ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനുള്ള ബിസിനസ് കോളിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ സ്ഥാപനത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ വരെയുള്ള ആളുകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കും. കാരണം വേറൊന്നല്ല, ആ സ്ഥാപനത്തിന്റെ കോർ ഏരിയ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ ബിസിനസ്സാണ്, ബിസിനസ് ഏരിയയാണ്. ആ ബിസിനസ് ഏരിയന്റെ ഭാഗമാകുമ്പോഴാണ്, അതായത് ഒരു ബിസിനസ് കോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനും അടുത്ത രീതിയിലേക്ക് വളരാനും കഴിയാം. അങ്ങനെ ഒരു ബിസിനസ് കോൾ ചെയ്യാനും ഒരു ബിസിനസ് ഏരിയന്റെ ഭാഗമാകാനും ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഈ ആളുകൾക്ക് മാത്രമുള്ളതാണ് ഇനി അങ്ങോട്ടേക്കുള്ള ജോബ്. നമ്മുടെ സുഹൃത്തുക്കളോ റിലേറ്റീവോ നമ്മുടെ വീടിനടുത്തുള്ള പല പെൺകുട്ടികളും ജോലിക്ക് പോകുന്നുണ്ടാവും, ടെലികോളിംഗിൽ തന്നെ ജോലിക്ക് പോകുന്നുണ്ടാവും. നമ്മൾ അവരോട് ചോദിക്കാം എത്ര രൂപ സാലറി ഇപ്പൊ ഉണ്ടെന്ന് ചോദിച്ചാൽ അവരുടെയൊക്കെ സാലറി പലപ്പോഴും കാണുന്നത് ഒരു 15,000 രൂപയ്ക്ക് താഴെയായിരിക്കും ഉണ്ടാവുക. അതിന് കാരണം എന്ന് പറയുന്നത് അവരൊരു ഗ്രോത്ത് ഇല്ലാത്ത സാധാരണ ടെലികോളിംഗ് മേഖലയിൽ ജോലി ചെയ്തത് കൊണ്ടാണ് അവർക്ക് പ്രത്യേകിച്ച് ഒരു ഗ്രോത്ത് ഇല്ലാത്തത്. എന്നാൽ നിങ്ങൾ അപൂർവം കുറച്ച് ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നോർമൽ ഒരു ബിസിനസ് കോളിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുകയും അവിടുന്ന് അങ്ങോട്ടേക്ക് ടീം ലീഡർ, അഡ്മിഷൻ മാനേജർ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മാനേജറായി മാറുക. അങ്ങനെ അങ്ങോട്ടേക്ക് ഒരു മാസം ഒരു സാലറിയും ഇൻസെന്റീവ് ഒക്കെ ആയിട്ട് ഒരു 25,000 മുകളിൽ അല്ലെങ്കിൽ ഒരു 35,000 മുകളിൽ വാങ്ങുന്ന ഒരാളായിട്ട് അവരുടെ കരിയറിൽ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും അവർ മാറിയിട്ടുണ്ടാവും. അത് മാറാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ കാലെടുത്ത് വെച്ചേക്കുന്നത് ബിസിനസ് കോളിലാണ്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ബിസിനസ് ഏരിയ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ആ പെൺകുട്ടി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നത്.